കോഴിക്കോട് മാനാഞ്ചിറയ്ക്ക് സമീപം കോംട്രസ്റ്റിന്റെ പഴയ കെട്ടിടത്തിന് തീപിടിച്ചു. മീഞ്ചന്ത ബീച്ച് ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അരുൺ പൂപ്പറമ്പ കോഴിക്കോട് നിന്ന് ചേരുന്നു. അരുൺ, തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹൈൽ, ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആശ്വാസകരമാണ്. ഇത് കോഴിക്കോട് മാനാഞ്ചിറയിലെ ഒരു പഴയ കെട്ടിടമാണ്, സർക്കാർ നിയന്ത്രണത്തിലുള്ള കെട്ടിടമാണ്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്നത് നിലവിൽ വ്യക്തമല്ല. എന്നാൽ ഇവിടെ ഏറെ പഴക്കമുള്ളൊരു കെട്ടിടമാണ്. ഏകദേശം 15 വർഷത്തോളമായി, നാട്ടുകാർ പറയുന്നതനുസരിച്ച് 15 വർഷത്തോളമായി ഈ കെട്ടിടം ഇത്തരത്തിൽ അടഞ്ഞു കിടക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധരുടെ ഉൾപ്പെടെ സാന്നിധ്യം ഈ കെട്ടിടത്തിൽ സ്ഥിരമായി ഉണ്ടാകാറുണ്ട് എന്നതാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ, ഈ നാട്ടുകാർ ഉൾപ്പെടെ ഇവിടെ പറയുന്നത്. എന്തായാലും നിലവിൽ 3 യൂണിറ്റ് അഗ്നിരക്ഷാ സേനയുടെ 3 യൂണിറ്റ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. എന്നാൽ നാട്ടുകാരെ സംബന്ധിച്ച് ചില ആക്ഷേപങ്ങളുണ്ട്. സ്ഥിരമായി ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഉൾപ്പെടെയുള്ള സാന്നിധ്യം ഇവിടെ ഉണ്ടാകാറുണ്ട് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അത്തരത്തിൽ ചില ആക്ഷേപങ്ങളും പരാതികളും നാട്ടുകാരെ സംബന്ധിച്ചുള്ളത്. ചേട്ടാ, എന്താണ് ഇത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണോ? ഉറപ്പല്ലേ? നിങ്ങൾ തന്നെ എത്രയോ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തല്ലേ? ക്രൈംബ്രാഞ്ചും പോലീസും ഇത് വളഞ്ഞ് എത്ര കുറ്റവാളികളെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ വികാര കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണിത്. നിരന്തരമായി ഞങ്ങൾ വിളിക്കും പോലീസ് സ്റ്റേഷനിലേക്ക്. എത്ര പരാതി കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഇടപെടലാണോ എത്തിയപ്പോൾ? അങ്ങനെ സംശയിക്കുന്നു? ഒരു സംശയമില്ല. ഇത് ബോധപൂർവം ഭൂമാഫിയയുടെ സഹായത്തോടു കൂടി നടത്തിയിട്ടുള്ള തീപിടുത്തം തന്നെ. ഇവിടെ ഒന്നും കറണ്ട് ഒന്നുമില്ല. ആർക്കാണ് അറിയാത്തത്? എത്ര റിപ്പോർട്ടുകൾ, എത്ര പ്രാവശ്യം ദൃശ്യപത്ര മാധ്യമങ്ങൾ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വേണ്ട രീതിയിൽ ഇത് സർക്കാർ ഇതുവരെ ഒന്നും ചെയ്യുന്നില്ല. ഏറ്റവും തൊഴിലാളി വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ് 107 തൊഴിലാളികൾ കാത്തിരിക്കുന്നത് 16 വർഷം പിന്നിട്ട്. തീർച്ചയായും സുഹൈൽ, അത് തന്നെയാണ്. ഇത് പഴയൊരു ഈ തുണികൾ നെയ്യുന്നൊരു കേന്ദ്രം കൂടിയാണ്, സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. എന്നാൽ 15 വർഷമായി ഈ കെട്ടിടം പൂർണ്ണമായും ഇത്തരത്തിൽ അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ സാമൂഹ്യ വിരുദ്ധരുടെ നിരന്തരമായിട്ടുള്ള സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നതാണ് നാട്ടുകാരുടെ പരാതി. ഈ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാകുന്നവരെ ഇവിടെ നിന്ന് പിടികൂടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. തീപിടുത്തം ബോധപൂർവം അങ്ങനെ എന്തെങ്കിലും ഇടപെടലിന്റെ ഭാഗമായിട്ടുണ്ടായതാണോ എന്ന സംശയം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതാണ് ഇപ്പോൾ വൈകാരികമായ പ്രതികരണങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. നിരവധി തവണ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇത് സംരക്ഷിക്കണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പൂർണ്ണമായും സാമൂഹ്യ വിരുദ്ധരുടെ കൈവശമാണ് ഈ കേന്ദ്രം എന്ന ഒരു ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള കാര്യം, തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. 3 യൂണിറ്റുകൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്നാൽ ഇതെങ്ങനെ, ഈ തീപിടുത്തത്തിന്റെ കാരണം ഇതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ നിലവിൽ എന്തായാലും വ്യക്തതയില്ല. പവർ സപ്ലൈ ഉൾപ്പെടെ ഇവിടെ ഇല്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത്. എങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായി, എന്തെങ്കിലും മറ്റ് ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള സംശയം ഇവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവസാനം ഈ അണയാതിരിക്കുന്ന തീ അണക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. എന്നാൽ നമ്മൾ നേരത്തെ നാട്ടുകാരുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ കണ്ടതുപോലെ സാമൂഹ്യ വിരുദ്ധരുടെ ഇടപെടൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പൂട്ടിക്കിടന്ന കെട്ടിടമാണ്, സാമൂഹ്യ വിരുദ്ധരുടെ ഹൈറ്റ് സ്പോട്ട് ആകുന്ന ആക്ഷേപം ഉയരുന്ന ഇടമാണ്. അത് മനുഷ്യന് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളത് തന്നെയാണ് പോം വഴിയായുള്ളത്. തീ നിയന്ത്രണ വിധേയമായ ആശ്വാസ വാർത്ത കൂടി വരുന്നുണ്ട്.